നാടക മത്സരവേദിയെ ആവേശത്തിരയിലാക്കി തെരുവിൽ നാടകം കളിക്കവേ കൊല്ലപ്പെട്ട വിപ്ലവകാരി സഫ്ദർ ഹാഷ്മിയുടെ ജീവിതം അരങ്ങിലെത്തി. മലപ്പുറം കുളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് സഫ്ദർ ഹാഷ്മിയുടെ മരണവും ഭാര്യ മാലേശ്രിയുടെ ചെറുത്തുനിൽപ്പും ഹല്ലാ ബോൽ എന്ന പേരിൽ നാടകമാക്കിയത്. ആയിരത്തി 1989 പുതുവർഷ ദിനം ലോകം മുഴുവൻ പുതുവർഷാഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ജനനാട്യമഞ്ച് പ്രവർത്തകരായ സഫ്ദറും സംഘവും ഉത്തർപ്രദേശിലെ ജാന്ത്പൂർ ഗ്രാമത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. തൊഴിലാളികൾക്കു വേണ്ടി അവരുടെ ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഹല്ലാ ബോൽ തെരുവു നാടകം അവതരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. നാടകം കളിച്ചുകൊണ്ടിരിക്കെ അക്രമിക്കൂട്ടം ഇരച്ചുകയറി. മാരകമായി പരുക്കേറ്റ സഫ്ദർ ഹാഷ്മി പിറ്റേന്നു മരിച്ചു. സഫ്ദറിന്റെ രക്തസാക്ഷിത്വത്തിന്റെ 3-ാം നാൾ ജീവിത പങ്കാളിയായിരുന്ന മാലേശ്രിയും കൂട്ടരും ഉത്തർപ്രദേശിലെ അതേ തെരുവിൽ അതേ നാടകം കളിച്ചു. ഹല്ലാ ബോൽ. ഹല്ലാ ബോൽ കാണാൻ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം 3-ാം വേദിയായ ടാഗോർ തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞിരുന്നു. സഫ്ദർ ഹാഷ്മിയായി വേഷമിട്ടത് KT ഫഹ്മി, ആകസ്മിക ബാബു, നിവേദ് കൃഷ്ണ, ശ്രീലക്ഷ്മി, ഗീതു, അർച്ചന, ശ്രേയ സുനിൽ എന്നിവർ അരങ്ങിലും അർഷദ്, മിൻഹാജ്, ഋഷിരാജ് എന്നിവർ പിന്നണിയിലും പങ്കാളികളായി. ഹല്ലാ ബോൽ എന്ന് പറയുമ്പോൾ തന്നെ റേസ് യുവർ വോയിസ് എന്നാണ്. അപ്പോൾ എല്ലാ അനീതികൾക്കും എതിരെ നാടകത്തിലൂടെ ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള പ്രതിഭയായിരുന്നു സഫ്ദർ ഹാഷ്മി. തൻ്റെ തെരുവ് നാടകങ്ങളിലൂടെ എല്ലാവിധ അനീതികൾക്കെതിരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണ രീതി തന്നെ വ്യത്യസ്തമായിരുന്നു. ഹരിലാൽ ബത്തേരി രചിച്ച നാടകം നിരഞ്ജനാണ് സംവിധാനം. സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നാടകം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അന്നത്തെ ഒരു ഭരണകൂട ഭീകരതകൾക്കെതിരെ നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിലെ വിവിധ തുറകളിലെ അനീതികളെ തുറന്നെതിർക്കുക എന്നതായിരുന്നു സഫ്ദർ ഹാഷ്മി നാടകങ്ങളിലൂടെ ചെയ്തത്. പ്രതിരോധത്തിന്റെ നാവായവനെ പ്രിയപ്പെട്ട സഫ്ദർ ഹാഷ്മി നിങ്ങൾക്ക് മരണമില്ലെന്ന് ദാ പുതുതലമുറ പറഞ്ഞു വെക്കുന്നു. രാജ് കിരണിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.